19-ാമത്തെ പാഠഭാഗമായ കത്തുകളും അപേക്ഷകളും എന്ന പാഠത്തെക്കുറിച്ചാണ്. ആമുഖത്തിൽ നിന്ന് കത്തുകൾക്കുള്ള പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുമല്ലോ. സുഹൃത്തിനാണെങ്കിലും പ്രിയ സുഹൃത്തേ എന്നാണ് സംബോധന ചെയ്യുന്നത്. മനസ്സിലായല്ലോ. പരിചിതർക്ക് പലപ്പോഴും ബഹുമാന്യൻ, ബഹുമാന്യ എന്നു തുടങ്ങിയ സംബോധനകൾ ഉപയോഗിക്കാറുണ്ട്. സുഹൃത്തിന് കത്തെഴുതുമ്പോൾ എഴുതുന്ന ആളിൻ്റെയും കുടുംബാംഗങ്ങളുടെയും വിശേഷങ്ങൾ എഴുതുകയും അതേ രീതിയിൽ സുഹൃത്തിനോടും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടും സ്നേഹാന്വേഷണം നടത്തുകയും ചെയ്യും. ഇപ്രകാരം ചെയ്യുന്നത് വഴി നമ്മുടെ മനസ്സിലുള്ള എല്ലാ വികാരങ്ങളും സുഹൃത്തുമായി പങ്കുവെക്കുന്നു. എന്നാൽ പരിചയക്കാർക്ക് കത്തെഴുതുമ്പോൾ ഇതൊന്നും പതിവില്ല. കത്തുകളെ 2 വിധത്തിൽ തരംതിരിക്കാം. 2 തരത്തിലാണ് നമ്മളിവിടെ കത്തുകളെ തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് അനൗപചാരിക കത്തുകളും രണ്ടാമത്തത് ഔപചാരിക കത്തുകളും. മനസ്സിലായല്ലോ. ഈ 2 തരത്തിലാണ് കത്തുകൾ തരംതിരിച്ചിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഒരു ആമുഖം ഒന്ന് നോക്കാം. നിത്യജീവിതത്തിൽ കത്തുകൾക്കുള്ള പ്രാധാന്യം ഏറി വരികയാണ്. തൂലികാബന്ധത്തിലൂടെ സുഹൃത്തുക്കളായ ആളുകൾ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തുമുണ്ട്. അതുപോലെ നിങ്ങളുടെ സഹോദരിയുടെ വിവാഹമോ വീട്ടിലെ മറ്റു വിശേഷങ്ങളോ അറിയിക്കുന്നതിനു കത്തുകൾ അയക്കാറില്ലേ? ഇല്ലേ? നമ്മൾ എന്തെങ്കിലും പണ്ട് കാലങ്ങളിൽ നമ്മൾ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയിക്കാനായിട്ട് നമ്മൾ പലർക്കും നമ്മൾ വീട്ടു കുടുംബക്കാർക്കൊക്കെ നമ്മൾ കത്തുകളല്ലേ അയക്കാറ്. കത്തുകൾ വഴിയാണല്ലോ നമ്മൾ എല്ലാ വിവരങ്ങളും ഒക്കെ അറിയിക്കൽ അല്ലേ? കൂടാതെ അധികാരികൾക്ക് നാം പരാതി നൽകാറില്ലേ? കത്തുകളിലൂടെ ഇല്ലേ? പരാതി ഒക്കെ നമ്മൾ നൽകാറില്ലേ? പത്രാധിപർക്കുള്ള കത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇപ്രകാരം കത്തുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. നമ്മുടെ മനസ്സിലുള്ള വികാര വിചാരങ്ങളെ വിനയം ജീവിതത്തിൽ അതിപ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. നമ്മുടെ മനസ്സിലുള്ള വികാര വിചാരങ്ങളെ വിനിമയം ചെയ്യുന്നതിനുള്ള ശക്തമായ ഒരു മാധ്യമവുമാണിത്. കത്തുകളുടെ രൂപത്തിൽ എഴുതപ്പെട്ട ചെറുകഥകളും ഉപന്യാസങ്ങളുമുണ്ട്. അങ്ങനെ കത്ത് ഒരു സാഹിത്യ ശാഖയും വളർന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ കത്തുകളാണ് കൂടുതൽ മുൻതൂക്കം നൽകിയിരുന്നത്. അന്ന് പണ്ട് കാലങ്ങളിൽ ഫോണോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൂടുതലും നമ്മൾ കത്തുകളിലൂടെയായിരുന്നു വിവരങ്ങളും ഒക്കെ, കല്യാണമായാലും എന്ത് പരിപാടി ആയാലും നമ്മളെ അറിയിച്ചിരുന്നത് അല്ലേ? ഇപ്പോഴാണ് ഈ കത്തുകളിൽ നിന്ന് വളരെ എണ്ണം കുറഞ്ഞു വന്നത്. ഇനി നമുക്ക് 2 തരത്തിലുള്ള കത്തുകൾ നോക്കാം. ആദ്യത്തെ നമ്മൾ അനൗപചാരിക കത്തുകളാണ് നോക്കുന്നത്. ഇവിടെ ഒരു കത്തിൻ്റെ മാതൃകയാണ് തന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ. ഇതൊന്ന് നോക്കി നമ്മളൊന്ന് കത്തൊന്ന് വായിച്ചിട്ട് നമുക്കൊരു ഐഡിയ എങ്ങനെ എന്നുള്ളത് കിട്ടും. എങ്ങനെ എഴുതാമെന്നുള്ള ഒരു ഐഡിയ കിട്ടും നമുക്ക്. ഇതൊരു പ്രാവശ്യം നമ്മളൊന്ന് പേപ്പറിൽ എഴുതി ഒന്ന് എഴുതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള എങ്ങനെ വേണമെങ്കിലും നമുക്ക് കത്തുകൾ എഴുതാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ. പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് ഇതിൽ. നമ്മളെ വലതുവശത്ത് കാണുന്ന സ്ഥലം തുടങ്ങിയവ കാര്യങ്ങളൊക്കെ. പിന്നെ മറ്റൊന്ന് രണ്ടാമത്തത് പ്രിയപ്പെട്ട രവി എന്ന് കൊടുക്കുക. മൂന്നാമത്തത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ആദ്യ ഭാഗം എന്താണെന്നുള്ളത് കണ്ടൻറ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം സ്നേഹപൂർവ്വം ഒപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി അനൗപചാരിക കത്തുകളിൽ നമുക്ക് 3 തരത്തിൽ നോക്കാം. മുതിർന്നവർക്ക്, തുല്യർക്ക്, ഇളയവർക്ക്. ഇതിൽ മുതിർന്നവർക്ക് എന്ന് പറയുന്നത് നമ്മൾ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, അപ്പൂപ്പൻ, അമ്മൂമ്മ, ഇളയച്ഛൻ, അമ്മാവൻ ഇങ്ങനെ മുതലായവർക്ക് തുടങ്ങിയതാണ് മുതിർന്നവർ എന്ന് പറയുന്നത്. ആ ഒരു കാറ്റഗറി ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് തുല്യർക്ക്. തുല്യർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിചയക്കാരൻ, സുഹൃത്ത്, സഹപാഠി ഇങ്ങനെയാണ് തുല്യർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഇളയവർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ബന്ധുക്കളും പരിചയക്കാരൻ. ഇതാണ് അനൗപചാരിക കത്തുകളിൽ നമ്മൾ നോക്കുന്നത്. മനസ്സിലായല്ലോ. ഇതാണ് ഈ കത്തിൻ്റെ ഫോർമാറ്റ്. ഇതൊന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ
കത്ത് എങ്ങനെ എഴുതാം, അനൗപചാരിക കത്ത് എങ്ങനെ എഴുതുക എന്നുള്ളത് നമുക്ക് അറിയിക്കാൻ. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളതാണ് രണ്ടാമത്തെ കത്തായ ഔപചാരിക കത്തുകളാണ്. വ്യക്തിപരമായി ബന്ധമില്ലാത്ത ആളുകൾ തമ്മിലാണ് ഔപചാരിക ബന്ധം ഉണ്ടാകുന്നത്, അല്ലേ? ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് എഴുതുന്ന ഒരു കത്താണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഔപചാരിക കത്തുകളിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഉദാഹരണമായി നിങ്ങൾ പുസ്തകം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രസാധകന് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തിയുമായോ ഔപചാരികമായ ബന്ധമാണുള്ളത്, അല്ലേ? അയാൾക്ക് നിങ്ങൾ കത്തെഴുതുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. ഇപ്രകാരം ബാങ്ക് മാനേജർക്കോ മറ്റേതെങ്കിലും ഓഫീസർക്കോ കത്തെഴുതുമ്പോഴും നിങ്ങൾക്കൊരു പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരിക്കും, അല്ലേ? മറ്റേതെങ്കിലും ഓഫീസർക്കോ കത്തെഴുതുമ്പോഴും നിങ്ങൾക്കൊരു പ്രത്യേക ഉദ്ദേശം ഉണ്ടാകും, അല്ലേ? ഏതെങ്കിലും ഒരു പ്രശ്നം മുൻനിർത്തിയാവും നമ്മൾ ഇത്തരം കത്ത് എഴുതുന്നത്, അല്ലേ? കൂടാതെ കത്തിൻ്റെ പ്രതിപാദ്യം ആ പ്രത്യേക വിഷയം മാത്രമായിരിക്കുകയും ചെയ്യും. ഇത്തരം കത്തുകൾ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഔപചാരികർക്കോ എഴുതാറില്ല, അല്ലേ? ഈ ഔപചാരിക കത്തുകൾ ഓഫീസ് സംബന്ധമായ വാണിജ്യ സംബന്ധിയായോ ആകാം, അല്ലേ? ഔപചാരിക കത്തുകൾ എന്ന് പറഞ്ഞാൽ ഓഫീസ് സംബന്ധമായോ വാണിജ്യ സംബന്ധമായോ ആയിരിക്കാം. മനസ്സിലായല്ലോ? ഇനി ഔപചാരിക കത്തുകൾക്ക് നമുക്കൊന്ന് നോക്കാം. ഇതിനെ നമ്മൾ എഴുതുന്ന ആർക്കൊക്കെയെന്ന് വെച്ചാൽ വാണിജ്യപരമായ കത്തുകൾ, ഓഫീസ് സംബന്ധമായ കത്തുകൾ, പരാതി ഓർ അപേക്ഷ ഇതിനൊക്കെയാണ് ഔപചാരിക കത്തുകൾ നമ്മൾ എഴുതാറ്. ഇതിലൊരു 7 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. കോളേജിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പ്രവേശനത്തിനുള്ള അപേക്ഷ, സർട്ടിഫിക്കറ്റോ ധനസഹായമായോ തത്തുല്യമായോ മറ്റു കാര്യങ്ങളോ ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതുന്ന കത്ത് ഈ ഔപചാരിക കത്തുകളിലാണ് പറയുന്നതാണ്. ഉദ്യോഗത്തിനായി അയക്കുന്ന അപേക്ഷ, പരസ്യങ്ങൾക്ക് മറുപടിയായി തയ്യാറാക്കുന്ന കത്തുകൾ, സാധനങ്ങൾ വാങ്ങാൻ ഓർഡർ കൊടുക്കുന്ന കത്തുകൾ, പത്രാധിപർക്കുള്ള കത്തുകൾ, ഉദ്യോഗ മേലധികാരിക്കുള്ള കത്തുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഔപചാരിക കത്തുകളിൽ നോക്കുന്നത്, അല്ലേ? ഇനി നമുക്കടുത്തത് ഇതൊക്കെയാണ് ഇതിൽ ഇനി നമുക്കിതിൽ നോക്കാൻ പോകുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇതിലെ അവതാരണ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റത്തെ ചോദ്യം, അനൗപചാരിക കത്തുകളിലെ അഭിസംബോധനയ്ക്ക് 3 ഉദാഹരണം എഴുതുക. രണ്ടാമത്തത്, താഴെ പറയുന്ന കത്തുകളിൽ അനൗപചാരിക കത്തായി കണക്കാക്കാവുന്നത് ഏത്? ഈ ഓപ്ഷൻസിൽ നോക്കിയിട്ടാണ് നമുക്ക് എഴുതേണ്ടത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ അനൗപചാരിക കത്തിന് ചേരാത്ത പ്രസ്താവന ഏത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, താഴെ കൊടുത്തിട്ടുള്ളതിൽ ഔപചാരിക കത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് കണ്ടെത്തുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നിവേദനങ്ങൾ, പരാതികൾ എന്നിവ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഇനി അടുത്ത ചോദ്യം, ഔപചാരിക കത്തുകൾ പ്രധാനമായി ഏതെല്ലാം വിധത്തിലാണ് പെടുന്നത്? ഇനി നമുക്കതിൻ്റെ ഉത്തരങ്ങളൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം, പ്രിയ സുഹൃത്തെ, സ്നേഹമുള്ള രാമുവിന്, പ്രിയപ്പെട്ട അമ്മാവന്. ഇതൊക്കെയാണ് അഭിസംബോധനയ്ക്ക് 3 ഉദാഹരണമായിട്ട് നമ്മൾ എഴുതുക. അനൗപചാരിക കത്തുകളിലെ അഭിസംബോധനയ്ക്ക് 3 ഉദാഹരണമായിട്ട് എഴുതുന്നത് ഏതൊക്കെയായിരുന്നു? പ്രിയ സുഹൃത്തെ, സ്നേഹമുള്ള രാമുവിന്, പ്രിയപ്പെട്ട അമ്മാവന്. ഇതൊക്കെയാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, താഴെ പറയുന്ന കത്തുകളിൽ അനൗപചാരിക കത്തായി കണക്കാക്കാവുന്നത് ഏതായിരുന്നു? സുഹൃത്തിനുള്ള കത്ത്. ഈ ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ, സുഹൃത്തിനുള്ള കത്ത്. മനസ്സിലായല്ലോ? മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്,
താഴെ പറയുന്ന പ്രസ്താവനകളിൽ അനൗപചാരിക കത്തിന് ചേരാത്ത പ്രസ്താവന ഏതായിരുന്നു? അഭിസംബോധന ഔപചാരികമായിരിക്കണം. അഭിസംബോധന ഔപചാരികമായിരിക്കണം. ഇതാണ് അതിൻ്റെ ഉത്തരം. നാലാമത്തെ എന്ന് പറയുന്നത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഔപചാരിക കത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് കണ്ടെത്തുക. വിവാഹം അറിയിച്ചുകൊണ്ടുള്ള കത്ത്. ഇതാണ് അതിൻ്റെ ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിവേദനങ്ങൾ, പരാതികൾ എന്നിവ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഏത് വിഭാഗത്തിലാണ്? ഔപചാരിക കത്തുകളിലാണ് ഇതൊക്കെ ഉൾപ്പെടുന്നത്. ഔപചാരിക കത്തുകൾ പ്രധാനമായി ഏതെല്ലാം വിധത്തിൽ ഉൾപ്പെടുന്നു? വാണിജ്യപരമായ കത്തുകൾ, ഓഫീസ് സംബന്ധമായ കത്തുകൾ, പരാതികൾ, അപേക്ഷകൾ. ഇതൊക്കെയാണ് ഔപചാരിക കത്തുകളിൽ പ്രധാനമായി ഏതെല്ലാം വിധത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളതാണ് അപഗ്രഥന ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വിവിധ തരം കത്തുകൾ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഔപചാരികവും അനൗപചാരികവും അപഗ്രഥന ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. വിടുതൽ സർട്ടിഫിക്കറ്റിനും സ്വഭാവ സർട്ടിഫിക്കറ്റിനുമുള്ള ഒരു അപേക്ഷ തയ്യാറാക്കുക. അതെങ്ങനെ നമ്മൾ തയ്യാറാക്കുക? അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ സ്ഥലം കൊടുക്കുക, പിന്നെ ഡേറ്റ് കൊടുക്കുക. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഇടത്തെ ഭാഗത്ത് ഹെഡ് മാസ്റ്റർ ഗവൺമെൻറ് ഹൈസ്കൂൾ ചാല തിരുവനന്തപുരം നമ്പർ 4 കൊടുക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടിയിലായിട്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബഹുമാനപ്പെട്ട സർ എന്നിട്ടൊരു കോമഡ എന്നിട്ട് നമ്മൾ കണ്ടൻറ്റ് എഴുതാം. ഞാൻ ഈ സ്കൂളിൽ നിന്ന് കഴിഞ്ഞ മാർച്ചിൽ SSLC പരീക്ഷ എഴുതുകയും ഡിസ്റ്റിങ്ഷൻ നേടി ജയിക്കുകയും ചെയ്തു. തുടർന്ന് പഠിക്കുന്നതിന് എൻ്റെ വിടുതൽ സർട്ടിഫിക്കറ്റും സ്വഭാവ സർട്ടിഫിക്കറ്റും നൽകണമെന്ന് അപേക്ഷിക്കുന്നു എന്ന കണ്ടൻറ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ടടിയിൽ തന്നെ വിശ്വസ്തയോടെ നമ്മളെ പേര്, ഒപ്പ് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അതാണ് നമ്മൾ അപഗ്രഥന ചോദ്യങ്ങളിൽ നമ്മൾ ഫസ്റ്റത്തെ വിടുതൽ സർട്ടിഫിക്കറ്റും സ്വഭാവ സർട്ടിഫിക്കറ്റും അപേക്ഷ നൽകുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചു തരാം. എന്താ ഇങ്ങനെയാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? സ്ഥലം, ഡേറ്റ്, ഇവിടെ അങ്ങനെ ഹെഡ് മാസ്റ്റർ ഗവൺമെൻറ് ഹൈസ്കൂൾ ചാല തിരുവനന്തപുരം നമ്പർ 4 ബഹുമാനപ്പെട്ട സർ, പിന്നെ കണ്ടൻറ്റ് കൊടുക്കുക, വിശ്വസ്തരുടെ പേര്, ഒപ്പ്, എന്നെ സ്ഥലം കൊടുക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകുന്ന നിവേദനം തയ്യാറാക്കുക. നിവേദനം തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കെ പങ്കജാക്ഷൻ, റോസ് വില്ല, കാട്ടാക്കട PO എന്ന് കൊടുക്കുക. അതിൻ്റെ അടിയിൽ തന്നെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്ക് എന്നിട്ട് കോമ എന്നിട്ട് നമ്മൾ മാറ്റർ എഴുതാം. കാട്ടാക്കട പഞ്ചായത്തിലെ കുളത്തുമ്മൽ വാർഡിൽ അടിയന്തരമായി സാധിച്ചു കിട്ടേണ്ട ചില ആവശ്യങ്ങൾ സവിനയം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളട്ടെ. കഴിയുന്നത്ര വേഗം ഈ ആവശ്യങ്ങൾ സാധിച്ചു തരുവാൻ താങ്കളുടെ സഹായ സഹകരണങ്ങൾ സാദരം അപേക്ഷിച്ചു കൊള്ളുന്നു. എന്നിട്ട് അടുത്ത ലൈനിൽ എഴുതുക. കുറച്ച് ലൈന് ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതുക. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ വാർഡിലുള്ള എല്ലാ വീട്ടിലും സന്ധ്യയ്ക്ക് 6 മണി മുതൽ രാത്രി 10 മണി വരെ വൈദ്യുത വിളക്കുകൾ മിന്നാമിനുങ്ങളേക്കാൾ കഷ്ടമായിട്ടാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. വായിക്കാനും എഴുതുവാനും ഈ വെളിച്ചം തീരെ അപര്യാപ്തമാണ്. മിക്കപ്പോഴും വിദ്യുച്ഛക്തി നിലക്കുന്നത് കാണാം. കുട്ടികളുടെ പഠനം തടസ്സപ്പെടുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ ട്രാൻസ്ഫോമർ മിക്കവാറും ഉപയോഗശൂന്യമായി കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ പരിസ്ഥിതിയിൽ ഒരു പുതിയ ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥാപിച്ച് ഒരു ദുസ്ഥിതിക്കു പരിഹാരമുണ്ടാക്കുവാൻ താങ്കൾ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്നിട്ട് അതിൻ്റെ അടിയിൽ വിനയാദരങ്ങളോടെ വിധേയൻ, ഒപ്പ്, കെ പങ്കജാക്ഷൻ എന്നുള്ള പേരും കൊടുക്കാം. മനസ്സിലായല്ലോ? ഞാൻ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ കാണിച്ചു തരാം.
ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഇവിടെ സ്ഥലം ഡേറ്റും കൊടുക്കുക, പേര് കൊടുക്കുക, ബഹുമാനപ്പെട്ട ആർക്ക് എഴുതുന്നത് വെച്ചാൽ പിന്നെ നമ്മൾ കണ്ടൻറ്റ് കൊടുക്കുക, എന്നിട്ട് ഏറ്റവും ഇങ്ങനെ പേര്, ഒപ്പ്. ഓക്കെ, ഇതൊക്കെയാണ് അപഗ്രഥന ചോദ്യങ്ങളിൽ വരുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനെ 2 തരം കത്തുകളാണ് ഈ നമ്മൾക്ക് പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്: അനൗപചാരിക കത്തുകളും ഔപചാരിക കത്തുകളും. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കവിതയാണ്. ആ കവിതയുടെ പേരാണ് വാസവദത്തം. ഇത് എഴുതിയിരിക്കുന്നത് കുമാരനാശാനാണ്. നമുക്കറിയാം അല്ലേ, നമ്മുടെ നവോത്ഥാന കവികളിൽ പ്രമുഖനായ ഒരാളാണ് എൻ കുമാരനാശാൻ എന്ന് പറയുന്നത്. 1873 ഏപ്രിൽ 12 ജനിച്ചത്. 24 ജനുവരി 16 അദ്ദേഹം മരിച്ചു. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ വീണപൂവ്, നളിനി, ലീല, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരാവസ്ഥ, ചണ്ഡലഭക്ഷുകി, കരുണ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. മഹാകവിയും എഴുതുന്നവരെ മാത്രമാണ് അക്കാലത്ത് മഹാകവി എന്ന് വിളിച്ചിരുന്നത്. മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടം കിട്ടിയ ആളാണ് ആശാൻ. അദ്ദേഹത്തിൻ്റെ മേൽപ്പറഞ്ഞ കൃതികൾ എല്ലാം തന്നെ ഖണ്ഡകാവ്യങ്ങളാണ്. മനസ്സിലായല്ലോ? ഉത്തരമധുരയിലെ പ്രസിദ്ധ വേശ്യയായ വാസവദത്തയ്ക്ക് ബന്ധുശിഷ്യനായ ഉപഗുപ്തനോട് അനുരാഗം തോന്നി. ഉപഗുപ്തനെ തൻ്റെ അരികിലേക്ക് ക്ഷണിക്കാൻ തോഴിയെ അയച്ചെങ്കിലും സമയമായില്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഈ കവിതയുടെ അർത്ഥമൊന്ന് നമുക്ക് നോക്കാം. ഉത്തരമധുര എന്ന പട്ടണത്തിൻ്റെ വടക്കൻ പ്രദേശം തെക്കുവടക്കായി നീണ്ടുപോകുന്ന രാജപാതയോട് തൊട്ടുകിഴക്കു വശത്തായി മാനം മൂട്ടുന്ന ഒരു വെൺമാളികയുണ്ട്. മതിലിന് പൊക്കം കുറവാണ്. മതിലിനകത്ത് ആളിരുന്നാൽ പാതിയിൽ കൂടി നടക്കുന്നവർക്ക് കാണാം. മതിലിന് വ്യാളിമുഖം വച്ചു തീർത്ത വളഞ്ഞ വാതിലുമുണ്ട്. മാളികയുടെ തെക്ക് മുറ്റമാണ് രംഗം. അവിടെ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരശോകമുണ്ട്. കണ്ടാൽ പട്ടുതെങ്ങൽ തൂക്കിയിട്ട ഒരു കുട പോലെ തോന്നും. അശോകത്തിൻ്റെ ചുവട്ടിൽ വെണ്ണക്കല്ലിൽ തീർത്ത ഒരു ചാരമഞ്ചം, അതിൻ്റെ ചരിഞ്ഞ വക്കിൽ പൂമണമാർന്ന തലയിണയിൽ ചാഞ്ഞിരിക്കുന്ന ഒരു മനോഹരി. അവൾ കസവു കരയുള്ള പട്ടുചേലയാണ് ഉടുത്തിരിക്കുന്നത്. ചേലയുടെ മുന്താണി നെറ്റിക്കു മീതെ കൂടി എടുത്തു ഒരു വശത്ത് ഒതുക്കി വെച്ചിരിക്കുന്നു. കർണാഭരണങ്ങളിൽ പതിച്ച കല്ലുകൾ മിന്നിത്തിളങ്ങുന്നുണ്ട്. മുല്ലമൊട്ടുമാലയണിഞ്ഞ മുടി ഒട്ടു വെളുക്കു കാണാം. കസ്തൂരിക്കുറിയിട്ട മുഖത്തിന് ഉദിച്ചു വരുന്ന ചന്ദ്രൻ്റെ അഴകാണ്. മൃദുലവും മനോഹരവുമായ വലത്തുകാരൻ ഇടത്തെ തുടയിൽ കയറ്റി വെച്ചിരിക്കുന്നു. കാലിന് തങ്കത്താമരയുടെ ഭംഗിയാണ്. രാമച്ച വിശറി പനിനീരിൽ മുക്കി തോഴിയെ കൊണ്ട് വീശിക്കുന്നുമുണ്ട്. കൈവളയുടെ കിലുക്കം ആ വീശലിനെ താളാത്മകമാക്കുന്നു. പൂവമ്പൻ്റെ പട്ടമഹേഷിയെ പോലെ മതിമോഹിനിയായി ഒരു മഞ്ജുളാങ്കുരിയായിരിക്കുന്നു. മനസ്സിലായല്ലോ? ഇതാണ് ഈ വാസവദത്ത എന്ന കവിതയുടെ അർത്ഥം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അപഗ്രഥന ചോദ്യങ്ങളൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, വാസവദത്തയുടെ മാളികയുടെ ചിത്രം കവി എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്?
വിശാലമായ രാജവീതിയുടെ അരികിലാണ് വാസവദത്തയുടെ മാളിക. വെൺമനോജ്ഞമായ ആ മാളിക ആകാശനീലിമയെ ചുംബിക്കുന്നു. വ്യാളിമുഖം വെച്ചു തീർത്ത വളഞ്ഞ വാതിൽ ആ വീടിൻ്റെ ഒരു സവിശേഷതയാണ്. വീടിൻ്റെ ചുറ്റുമതിൽ അകത്ത് ആളിരുന്നാൽ കാണാൻ പാകത്തിൽ ഉയരം കുറഞ്ഞതാണ്. ഇതാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. മനസ്സിലായല്ലോ? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വാസവദത്തയെ ആരുടെ പട്ടമഹിഷിയിട്ടാണ് കവി കൽപ്പിച്ചിരിക്കുന്നത്? ആരുടെയാണ്? കാമദേവൻ്റെ. മനസ്സിലായല്ലോ? മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നായികയുടെ മുഖകാന്തി വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെ? നായികക്ക് ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖമാണ് ഉള്ളത്. അതിന് ശോഭ കൂട്ടും വിധം ആളകങ്ങൾക്കുമേലെ കസവ് വസ്ത്രം ചാർത്തിയിട്ടുണ്ട്. അത് ഒരു വശത്തേക്കൊതുക്കുമ്പോൾ നെറ്റിയിലെ കസ്തൂരി പൊട്ട് തെളിയുന്നു. മിന്നുന്ന കല്ലുകൾ പതിച്ച കർണാഭരണമാണ് അവൾ അണിഞ്ഞിരിക്കുന്നത്. വിടരാത്ത മുല്ലമാല കൊണ്ട് കേശം അലങ്കരിച്ചിരിക്കുന്നു. ചേലയ്ക്കും ചോലയ്ക്കും അലങ്കരിച്ചിരിക്കുന്നു. അതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മൃദുചേല ചോല എന്ന പ്രയോഗത്തിലെ അലങ്കാര ഭംഗി വിശദമാക്കുക. ചേലയ്ക്കും ചോലയ്ക്കും അഭേദം കൽപ്പിച്ചിരിക്കുന്നതിനാൽ രൂപകാലങ്കരം അലകൾ ഉയർത്തുന്നതും തിളക്കമാർന്നതുമായ ചേലയാണ് നായിക ഉടുത്തിരിക്കുന്നത്. കാറ്റിൽ ഇളകുന്ന ചേല കണ്ടാൽ ഒഴുകുന്ന ചോലയാണെന്നേ തോന്നൂ. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് അപഗ്രഥന ചോദ്യങ്ങൾ. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അവതാരണ ചോദ്യങ്ങൾ. ഉപദാനത്തിൽ പൂ പ്ലസ് അട, മുല്ലാമല മിന്നും കൂന്തൽ, രാജ്ഞി, വലങ്കാൽ, പൂവാടയ്ക്ക്. അവതാരണ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്. നമുക്കൊന്ന് നോക്കാം അവതാരണ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന്. വാസവദത്ത ചാരിയിരുന്നത് എവിടെയായിരുന്നു? ഉപദാനത്തിൽ. പൂവാട പിരിച്ചെഴുതേണ്ടത് എങ്ങനെ? പൂ പ്ലസ് ആട, പൂവാട. വാക്കിൽ കസവുള്ളത് എന്തിനായിരുന്നു അതിൻ്റെ ഉത്തരം? എന്തായിരുന്നു അതിൻ്റെ ഉത്തരം? വാക്കിൽ കസവുള്ളത് പൂവാടയ്ക്കായിരുന്നു. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പൂവാട. നാലാമത്തത്, കാണുമാർ എന്താണ് ഒട്ടു കാണുന്നത്? നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? മുല്ലമാലിനും കൂന്തൽ. ഇതാണ് അതിൻ്റെ ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ലോലമോഹനം എന്തിൻ്റെ വിശേഷമാണ്? വലങ്കാൽ. ഇതാണ് അതിൻ്റെ ഉത്തരം. പട്ടം കെട്ടിയ എന്നു വിശേഷിപ്പിക്കുന്നത് ഏതു പദത്തെയാണ് ഉദ്ദേശിക്കുന്നത്? രാജ്ഞി. പൊന്നശോകം വിടർത്തിയ കുടുതൻ കീഴിൽ കവി അവിടെ ഒരു കുട ഉയർത്തിപ്പിടിച്ചതിൻ്റെ ഔചിത്യമെന്ത്? എന്തായിരുന്നു? കഞ്ചബാണൻ്റെ പട്ടമഹിഷിയാണ് ഇരിക്കുന്നത് എന്നാണ് അതിൻ്റെ ഉത്തരം. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് നമ്മൾ ഈ വാസവദത്ത എന്ന കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ അപഗ്രഥന ചോദ്യങ്ങളും അവതാരണ ചോദ്യങ്ങളും നന്നായിട്ട് വായിച്ച് പഠിക്കുക. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് 11ാമത്തെ പാഠഭാഗമാണ്.
11ാമത്തെ പാഠഭാഗമായ ഭൂമി എന്ന പാഠപുസ്തകം. ഇതൊരു ശാസ്ത്രലേഖനം ആണ്. ഭൂമി എന്ന പാഠപുസ്തകം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രലേഖനമാണ്. ഇത് എഴുതിയത് കെ കൃഷ്ണകുമാർ. ഒട്ടേറെ ശാസ്ത്രലേഖനങ്ങളുടെ കർത്താവാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വളർച്ചയ്ക്കൊപ്പം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അടുപ്പവും പൊരുത്തവും ശാസ്ത്ര സത്യങ്ങളുടെ വെളിച്ചത്തിൽ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ശാസ്ത്രലേഖകൻ്റെ പ്രകൃതി, സമൂഹം, ശാസ്ത്രം എന്ന കൃതിയിൽ നിന്നെടുത്തിട്ടുള്ളതാണ് ഭൂമി എന്ന പാഠപുസ്തകം. ഈ പാഠത്തിൽ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഭൂമിയിൽ ഓരോ മണൽ തരിക്കും അനേകം കഥകൾ പറയാനുണ്ടാവും. മനസ്സിലായല്ലോ? നമ്മളുടെ മണ്ണിനടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒട്ടേറെ കഥകൾ. ഇവിടെ പഴയ കാലത്തെ മണ്ണിനടിയിൽ അടങ്ങിക്കിടക്കുന്ന അവശിഷ്ടങ്ങൾക്ക് മൊത്തത്തിൽ നമ്മൾ പുരാവസ്തുക്കൾ എന്നാണ് പറയുന്നത്, അല്ലേ? ഈ പുരാവസ്തുക്കൾ, അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത്, പുരാവസ്തു ശാസ്ത്രത്തെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നത്? ആർക്കിയോളജി എന്നാണ്. മനസ്സിലായല്ലോ? നമ്മളുടെ മുതുമുത്തച്ഛന്മാരെ കുറിച്ചും ഒട്ടേറെ വിലപ്പെട്ട തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 1857 ജർമ്മനിയിലെ നിയാമ്പൽ താഴ്വരയിൽ നിന്ന് ഒരു പ്രത്യേക ജാതി മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇതിന് നിയാണ്ടർതാൽ മനുഷ്യർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. 1892 ഇന്തോനേഷ്യൻ ദ്വീപസമൂഹങ്ങളുടെ ജാവ ദ്വീപിൽ നിന്ന് യൂജിനി ദുബായിസ് എന്ന ഒരു ശാസ്ത്രജ്ഞൻ കുരങ്ങു മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇതിനെ നമ്മൾ വിളിക്കുന്നത് നിവർന്നു നടക്കുന്ന ആൾക്കുരങ്ങൻ അല്ലെങ്കിൽ പിത്തേക്കാന്ത്രോപ്പസ് ഇറക്ട്സ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ 1926 പ്രൊഫസർ ഡേവിഡ്സൺ ബ്ലാക്ക് ചൈനയുടെ തലസ്ഥാനമായ പെക്കിങ്ങിനടുത്ത് അവശിഷ്ടങ്ങൾ, ഒരു തരം കുരങ്ങ മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അതിനെ വിളിക്കുന്നത് പെക്കിംഗ് മനുഷ്യർ എന്നാണ്. അതുപോലെ 1926 തെക്കേ ആഫ്രിക്കയിൽ കലഹാലിക്കൻ മരുഭൂമിയിൽ നിന്ന് കണ്ടെത്തി ആൾക്കുരങ്ങുകളുടെ അവശിഷ്ടങ്ങൾ. അതിനെ വിളിക്കുന്നതാണ് ആസ്ട്രാലോപിത്തേക്കസ് എന്നാണ് വിളിക്കുന്നത്. 1868 ഫ്രാൻസിലെ ക്രൊമാഗ്നോൺ ഗുഹകളിൽ നിന്ന് മറ്റു ചില തലയോട്ടികൾ കണ്ടെത്തി. അവയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ക്രൊമാഗ്നോൺ മനുഷ്യർ എന്നാണ് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള കുറച്ച് പേരുകൾ നമ്മൾ ഓർത്തു വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഈ അധ്യായത്തിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം നമുക്ക്. അപഗ്രഥന ചോദ്യങ്ങൾ. ഇതിൽ 16ാമത്തെ ചോദ്യം, അതുപോലെ 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചേരുംപടി ചേർക്കാനുള്ളതാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം.
അവതാരണ ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം അല്ലേ. അനേകം കഥകൾ പറയുന്നതാര്? ആരായിരുന്നു? മണൽത്തരികൾ. ഓപ്ഷൻ സി മണൽത്തരികളാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തേത്, പുരാവസ്തുക്കൾ എന്നാൽ എന്ത്? മണ്ണിനടിയിൽ അടിഞ്ഞു കിടക്കുന്ന അവശിഷ്ടങ്ങളെ പുരാവസ്തുക്കൾ എന്ന് പറയുന്നു. മണ്ണിനടിയിൽ അടിഞ്ഞു കിടക്കുന്ന അവശിഷ്ടങ്ങളെയാണ് പുരാവസ്തുക്കൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, പുരാവസ്തു ശാസ്ത്രശാഖയിൽ ഏതു തരം പഠനങ്ങളാണ് നടക്കുന്നത്? ഏതു തരമാണ്? പുരാവസ്തുക്കളുടെയും ഫോസിലുകളുടെയും സംബന്ധിച്ചുള്ള പഠനങ്ങളാണ് നടക്കുന്നത്. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പൂരിപ്പിക്കുക എന്നതാണ്. പുരാവസ്തു ശാസ്ത്രജ്ഞയെ ഇംഗ്ലീഷിൽ ഡാഷ് എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? ആർക്കിയോളജി എന്നാണ് പറയുന്നത്. അഞ്ചാമത്തത്, നിയോണ്ടർ താഴ്വരയിൽ നിന്ന് പുരാവസ്തു ശാസ്ത്രജ്ഞൻ കണ്ടെത്തുന്നവ എന്തെല്ലാമാണ് കണ്ടെത്തുന്നത്? ഒരു പ്രത്യേക ജാതി മനുഷ്യരുടെ തലയോട്ടികളും അസ്ഥി കഷ്ണങ്ങളുമാണ് കണ്ടെത്തുന്നത്. ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിയാണ്ടർത്താൽ മനുഷ്യർക്കും ഇന്നത്തെ മനുഷ്യർക്കും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇന്നത്തെ മനുഷ്യൻ്റേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ശരീരഘടന ആയിരുന്നു നിയാണ്ടർത്താൽ മനുഷ്യരുടേത്. ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ജാവ ദ്വീപിൽ പുരാവസ്തു പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാര്? ഡോക്ടർ യൂജിനി ദുബോയ്സ്, അതാണ് ആളുടെ പേര്. എട്ടാമത്തെ ചോദ്യം, എന്ന് പറയുന്നത്, ജാവയിൽ നിന്നു ലഭിച്ച അവശിഷ്ടങ്ങൾ ഏതു തരം ജീവികളുടേതാണ്? ഒരു തരം കുരങ്ങു മനുഷ്യരുടേതാണ് നമുക്ക് കിട്ടിയത് അല്ലേ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ജാവ മനുഷ്യർക്ക് നൽകി കാണുന്ന ശാസ്ത്രജ്ഞനമെന്ത്? എന്തായിരുന്നു? പിത്തേക്കോന്ത്രാപ്പസ് ഇറക്റ്റസ്, ഇതാണ് പേര്. പിത്തേക്കോന്ത്രാപ്പസ് ഇറക്റ്റസ്. ഓക്കെ. പത്താമത്തെ ചോദ്യം എന്ന് പറയുന്നത്, പെക്കിംഗ് മനുഷ്യർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ചൗക്കോത്തിയൻ ഗുഹകളിൽ നിന്നു ലഭിച്ച അവശിഷ്ടങ്ങൾ ഒരു തരം കുരങ്ങു മനുഷ്യരുടേതായിരുന്നു. അത്തരം കുരങ്ങു മനുഷ്യരെ പെക്കിംഗ് മനുഷ്യർ എന്ന് വിളിക്കുന്നു. 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, തെക്കേ ആഫ്രിക്കയിൽ പുരാവസ്തു ഖനനം നടത്തിക്കാണുന്ന സ്ഥലം ഏതാണ്? കലഹാരി എന്നതാണ് അതിൻ്റെ ഉത്തരം. മനസ്സിലായല്ലോ, ഇതാ കലഹാരി. അടുത്ത ചോദ്യം, കലഹാരി മരുഭൂമിയിൽ നിന്ന് കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ മനുഷ്യനായി പരിണമിക്കാൻ തുടങ്ങിയ ഒരിനം ആൾക്കുരങ്ങൻ്റേതായിരുന്നു. ഇക്കൂട്ടർ ആസ്ത്രലോപിത്തേക്കസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതാണ് അതിൻ്റെ ഉത്തരം. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ആസ്ത്രലോപിക്കസ് എന്നറിയപ്പെടുന്ന വർഗമേത്? മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും പഴയ കണ്ണി എന്നറിയപ്പെടുന്ന വിഭാഗം ഏതെന്ന് എഴുതുക. ഏതാണ്? കലഹാരി മനുഷ്യർ. ഓപ്ഷൻ ഡി കലഹാരി മനുഷ്യർ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പൂരിപ്പിക്കുക എന്നതാണ്. 14ാമത്തെ ചോദ്യം. ഫ്രാൻസിലെ ഡാഷ് ഗുഹകളിൽ നിന്ന് 1868 ചില തലയോട്ടുകൾ കണ്ടെടുക്കപ്പെട്ടു. എന്താണ് അതിൻ്റെ ഉത്തരം? ക്രോമഗ്നോൺ ഗുഹകളിൽ നിന്നാണ് കണ്ടെടുക്കപ്പെട്ടത്. 15ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ക്രോമഗ്നോൺ മനുഷ്യരുടെ സവിശേഷതകൾ എന്തായിരുന്നു? ബന്ധുശക്തിയും കാര്യശേഷിയും ഉണ്ടായിരുന്നു. തനി മനുഷ്യരായി കഴിഞ്ഞിരിക്കുന്ന ഒരു വിഭാഗമായിരുന്നു അവർ. ഇനി അടുത്തതെന്ന് പറയുന്നത് 16ാമത്തെ ചോദ്യമാണ്. അതും ഒരു ചേരുംപടി ചേർക്കലാണ്. ചൗക്കോത്തിയൻ ഗുഹ, എന്താണ് അതിൻ്റെ ഉത്തരം? പെക്കിംഗ് മനുഷ്യർ, ഇതാണ് അതിൻ്റെ ഉത്തരം. ചൗക്കോത്തിയൻ ഗുഹ, പെക്കിംഗ് മനുഷ്യർ. ഓക്കെ. യൂജിനി ദുബോയ്സ്, എന്താണ്? പിത്തേക്കോന്ത്രാപ്പസ് ഇറക്റ്റസ്.
അസ്ട്രലോപിത്തേക്കസ് കലാഹാരി. മൂന്നാമത്തത് കലാഹാരി. നിയേണ്ടർത്താൽ എന്ന് പറഞ്ഞാൽ ജർമ്മനി. ഫ്രാൻസ് എന്താണ്? ക്രോമഗ്നോൺ ഗുഹ. മനസ്സിലായല്ലോ? ഇനി അടുത്തത് 1892 ജാവ മനുഷ്യർ, 1868 ക്രോമഗ്നോൺ മനുഷ്യർ, 1857 നിയാൻഡർത്താൽ മനുഷ്യർ, 1926 പെക്കിംഗ് മനുഷ്യർ, 1924 കലഹാരി മനുഷ്യർ. ഇതൊക്കെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തത് 12ാമത്തെ അധ്യായമായ, ഇതൊരു രചനാ വിഭാഗത്തിലാണ് പെടുന്നത്. ഇവിടെ പഠിക്കുന്നത് ചാർട്ടുകളും പട്ടികകളുമാണ്. എന്താണ് ചാർട്ട്, എന്താണ് പട്ടിക, ഇതാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. പട്ടികയിൽ നോക്കുകയാണെങ്കിൽ വിവരങ്ങൾ പരസ്പരം ബന്ധപ്പെടുത്തി പരിശോധിക്കുവാനും നമുക്കത് മനസ്സിലാക്കുവാനും കഴിയും. എന്നാൽ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് താരതമ്യം ചെയ്ത് പഠിക്കുവാനുള്ള സാധ്യത കുറവാണ് എന്ന വസ്തുതകൾ, കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും, ചാർട്ടിൽ നിന്ന് സാധിക്കും. ഈ കാണുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വിവര പട്ടികയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് കേരളത്തിലെ കായലുകൾക്ക് 19 കൊല്ലം കൊണ്ട് സംഭവിച്ച ശോഷണം. മനസ്സിലായല്ലോ? ഈ പട്ടികയിൽ നിന്നും നോക്കുകയാണെങ്കിൽ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് വിലയിരുത്തുവാനും വർഷങ്ങൾ കൊണ്ടുണ്ടായ മാറ്റങ്ങൾ വിലയിരുത്തുവാനുമായിട്ട് നമുക്ക് സാധിക്കും. ഇത് നമ്മൾ കാണുന്നത് ശബ്ദവിഭാഗം എന്ന ഒരു ചാർട്ടാണ്. നമുക്ക് ചാർട്ടിൽ നിന്നും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? മറ്റേത് പറയുന്നത് ക്രിയയുടെ വിവിധ രൂപങ്ങളാണ്. അടുത്ത ചാർട്ട് എന്ന് പറയുന്നത് ഇതും നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഇത്തരത്തിൽ ചാർട്ടുകൾ ഫോം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പട്ടിക ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, വളരെ നല്ലതായിരിക്കും. നമുക്ക് ഇതിലെ ഭൂമി എന്ന പാഠപുസ്തകം വിവിധ മനുഷ്യരുടെ പേരുകൾ, കണ്ടെത്തിയ വർഷങ്ങളെല്ലാം ഒരു പട്ടിക രൂപത്തിൽ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഠനത്തിന് അത് വളരെയധികം സഹായകമായിരിക്കും. ചാർട്ടും പട്ടികയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അവതാരണ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമുക്ക്, അല്ലേ? അവതാരണ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ സമയ വിവര പട്ടികയിൽ നിന്ന് കന്യാകുമാരിക്ക് പോകുന്ന തീവണ്ടിയുടെ സമയം കണ്ടുപിടിക്കുക. അവതാരണ ചോദ്യങ്ങൾ. രാവിലെ 4:05 വണ്ടി വരികയും 4:10 കന്യാകുമാരിയിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഉത്തരങ്ങൾ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ശാസ്താംകോട്ട കായലിന് 15 കൊല്ലം കൊണ്ട് ഉപരിതല വിസ്തീർണത്തിനു സംഭവിച്ച കുറവ് രേഖപ്പെടുത്തുക. എന്താണ്? 27 ഹെക്ടർ. അതാണ് അതിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പട്ടികയിൽ നിന്ന് 1992 മുതൽ 93 വർഷത്തിലെ വിരിപ്പ് കൃഷിയുടെ മൊത്തം വരവും ചെലവും കണ്ടുപിടിക്കുക. മൊത്തം വരവ് 7480 രൂപ, മൊത്തം ചിലവ് 4720 രൂപ. മനസ്സിലായല്ലോ? അടുത്തത് അപഗ്രന്ഥന ചോദ്യങ്ങളാണ്.
പട്ടികയും ചാർട്ടും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കുക. എന്താണ്? പട്ടികയിലുള്ള വിവരങ്ങൾ പരസ്പരം ബന്ധപ്പെടുത്തി പരിശോധിക്കുവാനും അപഗ്രഥിക്കാനും കഴിയും. എന്നാൽ ചാർട്ടിൽ താരതമ്യത്തിനുള്ള സാധ്യത കുറവാണ്. ചാർട്ടിൽ നിന്നും വസ്തുക്കൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കും. ഇതാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പട്ടികയിൽ നിന്നും കേരളത്തിലെ കായലുകളുടെ ഉപരിതല വിസ്തീർണത്തിൽ വരുന്ന കുറവ് കൊണ്ടുണ്ടാകാനുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ വിശദീകരിക്കുക. കായലുകൾ ജൈവസമ്പത്തിൻ്റെ കലവറകളാണ്. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ കായലുകൾക്ക് ഗണ്യമായ പങ്കുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ കായലുകളെ ആശ്രയിച്ച് ജീവിക്കുന്നു. ഇക്കാരണങ്ങൾ കായലുകൾ ശോഷണം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് ഇതിലെ അവതാരണ ചോദ്യങ്ങളും അപഗ്രഥന ചോദ്യങ്ങളുമായിട്ട് പറയുന്നത്. മനസ്സിലായല്ലോ? ഈ പാഠഭാഗത്തിലെ പട്ടികകളും ചാർട്ടുകളൊക്കെ നന്നായിട്ട് നോക്കുക. ഇതിൽ കൂടുതലും പറയുന്നത് പട്ടികയും ചാർട്ടിനെയും പറ്റിയിട്ടാണ്. മനസ്സിലായല്ലോ? അപ്പം ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.